വീട്ടിലൊരു കാർന്നവരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഈ ഗൾഫിൽ പോകണമെന്ന്. പിന്നെ ചെറുപ്പം മുതലേ നാടകം, അല്ലെങ്കിൽ വീട്ടിൽ ചേട്ടനൊക്കെ നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ ഈ കല എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങൾ തറവാട്ടിൽ കുറേ മൂത്ത ജ്യേഷ്ഠൻ സാധിക്കുക എന്ന് പറയുന്നതൊക്കെ കുറേ പുസ്തകങ്ങൾ വാങ്ങുമായിരുന്നു പണ്ട് മുതലേ. എന്ത് തരം പുസ്തകങ്ങളാണ്? നോവലുകൾ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മറ്റേ ദേശത്തിൻ്റെ കഥയും തെരുവിൻ്റെ കഥയൊക്കെ നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മൾ കളിക്കാൻ പോകില്ല, സ്കൂളിൽ വിട്ട് വന്നാൽ പുസ്തകം വായിക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു, പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു പുസ്തകമൊക്കെ ഉണ്ട്, സാന്ധ്യതാരകം എന്നുള്ള പേരിലൊരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അപ്പൊ എവിടുന്നാണ് അത് അങ്ങനെ ഇൻസ്പയർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനതിൽ കവിതയൊക്കെ, അതെ അതെ അതെ, മാസിക എന്നൊക്കെ പറയുമെങ്കിലും ഒരു കൊല്ലത്തിലൊരെണ്ണൊക്കെ ഉള്ള 2-3 ഇറങ്ങിയത് എൻ്റെ ഓർമ്മയുണ്ട്. എല്ലാ വീട്ടിലെല്ലാം ഓരോരുത്തരും ലേഖനങ്ങൾ എഴുതി, കഥ ചെയ്ത്, ഞാനതിൽ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു എവിടെയൊക്കെ ഒരു സാധനം കലയുമായിട്ട് സംസ്കാരിക ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് അവനങ്ങനെയാണ് നടക്കുകയാണെങ്കിൽ പോട്ടെ, അവനതിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ട്, ആർക്കും ആരോടൊരു വേറെ ഫോഴ്സ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയായിരിക്കാം എനിക്കൊക്കെ ഗതികേടിൽ പലപ്പോഴും ഗൾഫിൽ പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടക്കുക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തോക്കെടുത്ത് ചൂണ്ട, അല്ലെങ്കിൽ വീട്ടിൽ ഫാദർ വന്നിട്ട് നീ അത് പോകണം എന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോഴ്സായിട്ട് ഉമ്മ ഒന്നും പറയില്ല. ഉമ്മക്ക് അങ്ങനെ, ഉമ്മ ഒരു പാവം ഉമ്മ, അങ്ങനെ ആരും ഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് ദുബായി പോയില്ല എന്നുള്ളത് മാത്രം. അല്ലെങ്കിൽ ഞാൻ പ്രവാസിയാവണ്ട, സിനിമയിലായില്ലെങ്കിൽ എന്താവുമെന്നുള്ള ചോദ്യത്തിൽ ഒറ്റ ഒരു ഉത്തരവുള്ളൂ, പ്രവാസിയാവും.